എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു നാടൻ ഭക്ഷണമല്ല ഞാൻ തയ്യാറാക്കുന്നത്, ഒരു നോർത്ത് ഇന്ത്യൻ ഭക്ഷണമായ ദാൽ കിച്ചടിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റും എന്നാൽ അതിലേറെ ഈസിയുമായി ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായുള്ള സാധനങ്ങൾ: ചെറുപയർ പരിപ്പ്, സാമ്പാർ പരിപ്പ്, ബിരിയാണി അരി. 3 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ളതാണ് ഞാനിപ്പം എടുത്തേക്കുന്നത്. അതിനായിട്ട് ഞാൻ അരിയും പയറും എല്ലാം മിക്സ് ചെയ്തത് 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വെള്ളത്തിനകത്തോട്ട് ഇട്ട് വയ്ക്കാമേ. ബിരിയാണി അരി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോറ് വെക്കുന്ന ഏതുതരം പച്ചരി വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിന്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് നെയ്യും വെളിച്ചെണ്ണയും സമാസം ഒഴിക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് വാടി വരുമ്പോഴത്തേന് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേന് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയും പരിപ്പും കൂടി ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് വഴറ്റാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. നല്ല തീ കൊടുക്കാം. ഒരു 2 വിസിലടിക്കട്ടെ. ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. അല്പം നെയ്യും കൂടെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ദാൽ കിച്ചടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.